എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയതിൽ മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതിയുടെ കണ്ടെത്തൽ അതീവ ഗൌരവതരമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത്. പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശമില്ല. കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം നയിച്ച പിണറായി വിജയന് ഒന്നും പറയാനില്ലേ എന്നും വി ഡി സതീശൻ ചോദിച്ചു. കെ ആർ സാജു ചേരുന്നുണ്ട്. സാജു, സ്വാഭാവികമായി മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിന് ആക്കം കൂട്ടുന്നത് പോലെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് അത് ഏതു തരത്തിലാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കുന്നു. അന്ന് പി അൻവർ പറഞ്ഞിരുന്ന ഈ തേക്ക് മുറിച്ച് കടത്തിയതിന്റെ കഷ്ണങ്ങളുടെ ആ കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിൽ ആ ലേലം നടന്നിട്ടുള്ളതിന്റെ രേഖയുൾപ്പെടെ കാണിച്ചിട്ട് പോലും അതിനൊന്നും തെളിവില്ല എന്ന് പറഞ്ഞൊരു വിജിലൻസിന്റെ റിപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത്ര വിശദമായ ഒരു കാര്യത്തിന് പോലും സാക്ഷികളില്ല, തെളിവുകളില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏതു തരത്തിലൊരു സംരക്ഷണമായിരിക്കും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അജിത് കുമാറിന് ലഭിച്ചിട്ടുണ്ടാവുക? ഇപ്പോൾ പ്രതിപക്ഷം തന്നെ ആവശ്യപ്പെടുന്നത് ഈ റിപ്പോർട്ട്, വിജിലൻസിന്റെ ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജിലൻസ് കോടതി ഉത്തരവിലെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ആ ഉത്തരവിൽ കോടതി വിധിയിൽ മുഖ്യമന്ത്രി ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നു എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ച മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പിണറായി വിജയന് ധാർമ്മികമായി അവകാശമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി സാക്ഷ്യപ്പെടുത്തിയതായി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയെന്ന് കോടതിയുടെ ഈ ഉത്തരവിൽ നിരീക്ഷിക്കുന്നുണ്ട്. വിജിലൻസ് വകുപ്പും അതിന് കോടതി ആ ഉത്തരവിൽ പരാമർശിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് വിജിലൻസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അത് ഭരണകാര്യങ്ങൾക്കാണ്, അല്ലാതെ മറ്റൊന്നിനുമല്ല. ഒരു ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിന് ഒരു പങ്കുമില്ല എന്ന് കോടതി ഉത്തരവിൽ എടുത്തു പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനയും സുപ്രീം കോടതിയും ഉണ്ട്. എല്ലാവരും ഭരണഘടനയ്ക്ക് വിധേയരാണ്. ഓരോ അന്വേഷണവും നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചായിരിക്കണം. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ, ഫോറൻസിക്കൽ കുറ്റകൃത്യമാണോ എന്ന് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിന്റെ അംഗീകാരത്തെ ആശ്രയിച്ചിട്ടുള്ളതല്ല എന്നും കോടതി ഉത്തരവിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ നിയമവിരുദ്ധമായ ഇടപെടൽ എന്ന രീതിയിലാണ് പ്രതിപക്ഷം വ്യാഖ്യാനിക്കുന്നത്. അത് പറഞ്ഞതിന് ശേഷമാണ് കെ എം മാണിയുടെ രാജി മുമ്പ് LDF ആവശ്യപ്പെട്ടത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായി തുടരാൻ കഴിയില്ല എന്ന വാദം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നത്. അന്ന് ഹൈക്കോടതിയിൽ സ്പീക്കറുടെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണമെന്ന ഒരു നേരിട്ടല്ലാത്ത പരാമർശത്തിലാണ് കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് LDF അന്ന് സമരം ചെയ്തത്. അന്ന് സമരത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയൻ കോടതിയുടെ നേരിട്ടുള്ള ഈ പരാമർശത്തിനോ ഒന്നും പറയാനില്ല ഇപ്പോൾ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തുന്നത്. പഴയകാല ചെയ്തികളെ കാലം നിങ്ങളുടെ മുഖത്ത് നോക്കി ഇപ്പോഴും കണക്ക് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുന്നത്. അതായത് പ്രതിപക്ഷം അതിശക്തമായ വിമർശനവുമായി കോടതി വിധിയുടെ പകർപ്പിന്റെ പൂർണ്ണരൂപം ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെ UDF കൺവീനർ അടൂർ പ്രകാശ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടു. ഇപ്പോൾ കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുന്നു. വി ഡി സതീശൻ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ഈ കോടതി ഉത്തരവ് തെളിയിക്കുന്നത് എന്നാണ്. അതിനാൽ അദ്ദേഹം ധാർമ്മികമായി തുടരാൻ അവകാശമില്ല എന്ന വാദം പ്രതിപക്ഷം ഉയർത്തുന്നു. അതായത് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ സർക്കാർ നടപടിയെ, അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ടിനെ മുഖ്യമന്ത്രി അംഗീകരിച്ച നടപടി അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. അവിടെയും അജിത് കുമാറിനേക്കാൾ ഇപ്പോൾ പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രിയെ നേരിട്ട് തന്നെയായിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഇപ്പോൾ മാറിമറിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ നിന്നും ധന്യ. ശരി സാജു.